ഇപ്പോൾ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും പങ്കെടുത്ത വളരെ മനോഹരമായ അർത്ഥവത്തായ പരിസ്ഥിതിദിനാചരണം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും മലയാളികൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ആശംസിക്കുന്നു. അതാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അടുത്ത കൊല്ലം അതേ കുഴിയിൽ തന്നെ നടാൻ ഇടവരുത്. പരിപാലിക്കാനുള്ള പരിപാടി കൂടി വേണം. ഈ CMRL അന്വേഷണത്തിന്റെ കാര്യത്തിൽ തുടരാനാണ് ഇപ്പോൾ കോടതി ഉദ്ദേശിച്ചത്. കോടതി വിധി സ്വാഗതം ചെയ്തു. തുടരട്ടെ എന്നുള്ളതാണ്. ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം സ്വന്തം മൃഗങ്ങളായി നിയമിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനോട് എല്ലാവർക്കും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ബ്രദർലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജൻ്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് 1-2 ആളുകൾ ചോദിച്ചു, വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. അതാ ചോദിക്കാൻ പറഞ്ഞത്. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മറ്റാരുടെയെങ്കിലും കീഴിൽ നിയമിച്ച് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അസാധാരണമാണ്, വേണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, കണ്ണൂർ DCCയുടെ ഭാരവാഹിയായിരുന്നു. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പഞ്ചായത്തിലേക്ക് ജയിച്ച ആളാണ്. തൻ്റെ ബന്ധുവാണെന്നുള്ളത് ഒരു അയോഗ്യതയല്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്.